ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എന്നോട് പേഴ്സണലി കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഞാനത് പഠിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന്. അപ്പോൾ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ജോബ് റോൾ, ക്വാളിഫിക്കേഷൻ, അബൌട്ട് ദ ലേണിംഗ്, ഇതൊക്കെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്ന് ഞാൻ പറയാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ റിസപ്ഷനിസ്റ്റ് ആകാം, PRO, കോർഡിനേറ്റർ, അങ്ങനെ ഒരുപാട് വേരിയേഷൻസ്, ഒരുപാട് ജോബ് റോൾസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞവർക്ക്, 10th കഴിഞ്ഞവർക്ക്, ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ ചേരാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ട് കയറുന്നതായിരിക്കും. അപ്പോൾ ഈ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് കയറുന്നത് ബെസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഗ്രി ഉള്ളവർക്കാണ് കൂടുതലും മുൻഗണന. ഈ സപ്ലി കൂട്ടില്ല, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഏറ്റവും ബെസ്റ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റോട് കൂടെ കയറുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഇൻ്റർവ്യൂവിൽ 10th പഠിച്ച് കഴിഞ്ഞവരുണ്ട്, +2 കഴിഞ്ഞവരും ഡിഗ്രി കഴിഞ്ഞവരും ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡിഗ്രി കഴിഞ്ഞവർക്കായിരിക്കും. ഓക്കെ, ഇനി സാലറീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് പഠിക്കുന്ന ഒരു കോഴ്സാണ്. കാരണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം പൈസ കൊടുത്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടും നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 10 to 12 ഒക്കെ ആയിരിക്കും. പിന്നെ എക്സ്പീരിയൻസ് കൂടുന്ന അനുസരിച്ച് നമുക്ക് സാലറിയും കൂടുന്നതായിരിക്കും. പക്ഷേ കുറച്ച് അധികം വർഷം എടുത്താലായിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സാലറി കിട്ടുള്ളൂ എന്നാ ഞാൻ പറയുള്ളൂ. പിന്നെ നമ്മൾ ഈ ജോബ് തിരഞ്ഞെടുക്കുമ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ നൈറ്റ് ഷിഫ്റ്റൊക്കെ നിൽക്കേണ്ടി വരും. എല്ലായിടത്തും ഇല്ല, എന്നാലും ഇതിൻ്റെ ജോബ് റോളിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ റിസപ്ഷനിസ്റ്റ്, പിന്നെ പേഷ്യൻ്റ് കോർഡിനേറ്റർ, PRO, അങ്ങനെ ഒരുപാട് ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടെലികോളിങ് വരെ ഇതിൽ ഉൾപ്പെടും. നമ്മൾ പേഷ്യൻറ്റിനെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കണം. നമ്മൾ പേഷ്യൻ്റ് ഹോസ്പിറ്റലിലേക്ക് വന്നാലോ നമ്മൾ അവരെ കോർഡിനേറ്റ് ചെയ്യണ വർക്ക്, അങ്ങനെ ഒരുപാട് വർക്കുകൾ ഉണ്ട്. പിന്നെ ഇത് പഠിക്കാൻ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ പഠിക്കാൻ എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല. ഇതിൻ്റെ എക്സാമും എളുപ്പമാണ്. ഞാൻ എക്സാം പാസ്സായതും എളുപ്പമായിട്ട് തന്നെയായിരുന്നു. ഒരുപാട് അങ്ങനെ ഡിഫിക്കൽട്ടി ഒന്നും ഇല്ല. എക്സാം എഴുതാൻ ഈസിയാണ്. ഫസ്റ്റ് ട്രൈ തന്നെ എന്തായാലും എക്സാം പാസ്സാവും എന്നുള്ളത് 100% ഉറപ്പാണ്. ഞാൻ പഠിച്ച കോസ്റ്റ് എന്ന് പറയുന്നത് 1,25,000 കൊടുത്തിട്ടാണ് 1 year കോഴ്സ് ഞാൻ പഠിച്ചത്. ഡെയിലി 2 hour ക്ലാസ്, അങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചത്. എനിക്ക് തോന്നുന്നില്ല ഞാൻ അത്രയും പൈസ കൊടുത്ത് പഠിച്ചത് വേർത്താണെന്ന് തോന്നുന്നില്ല. നമ്മൾ ഇന്റേൺഷിപ്പ് നിൽക്കണം. ഇന്റേൺഷിപ്പ് നിൽക്കാണ്ട് നമുക്ക് ഒരു സാലറിയോട് കൂടെ ജോലി കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമുക്കൊരു 3 months 6 months ഇന്റേൺഷിപ്പ് ഒക്കെ നിന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് മിക്കവരും നമ്മളെ ജോബിനെ എടുക്കുന്നത്. ഇതാദ്യം പഠിച്ചിറങ്ങിയവർ നേരെ ഇന്റേൺഷിപ്പിന് കയറും. ചിലപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്ത ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്ക് അവിടെ തന്നെ നമുക്ക് ജോലിയും കിട്ടും. പിന്നെ എക്സ്പീരിയൻസ് കിട്ടുന്നതോറും സാലറി ഇൻക്രിമെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നും ഒന്നും ഞാൻ വീഡിയോയിൽ പറയുന്നില്ല. അപ്പോൾ അത് അറിയണമെന്നുള്ളവർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട്, അതിലെനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ പറഞ്ഞു തരാം ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനും കോഴ്സ് ഡീറ്റെയിൽസും ഒക്കെ. ഇപ്പോൾ കുറേ പേര് ഈ കോഴ്സ് പഠിക്കുന്നുണ്ട്. ഡിഗ്രി കഴിഞ്ഞവരും +2 കഴിഞ്ഞവരും കുറേ പേര് ഈ കോഴ്സ് പഠിക്കുന്നുണ്ട്. എൻ്റെ ക്ലാസ്സിൽ തന്നെ 10-20 പിള്ളേർ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഈ കോഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേര് പഠിക്കുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ ജോലി കിട്ടാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ തന്നെ കുറേ അന്വേഷിച്ചിട്ടാണ് എനിക്ക് വർക്ക് കിട്ടിയതും. നമ്മളൊരു 10 ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ക്ലിനിക്കിൽ പോയി അന്വേഷിച്ചാൽ എവിടെയും വേക്കൻസി ഇല്ല. വേക്കൻസി കുറവാണ്, പഠിച്ചിറങ്ങുന്ന പിള്ളേരും കൂടുതലാണ്. അപ്പം നമുക്ക് ജോലി കിട്ടാനും കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, അപ്പം പിന്നെ ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ദുബായിലേക്കൊക്കെ നല്ല വേക്കൻസിയും ഉണ്ട്. മിനിമം ഒരു 1 year എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോവാം. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിനുള്ള സാലറി നമുക്ക് കിട്ടുന്നേ ഇല്ല. അത് ഉറപ്പാണ്. നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് നമ്മൾ അത്ര എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് അതിനുള്ള സാലറി കിട്ടില്ല. ആദ്യമൊന്നും കിട്ടില്ല,
ഒരു 3-4 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊരു സാലറി ഒക്കെ കിട്ടിയെന്ന് വരും. ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പഠിച്ചിട്ട് പുറത്തേക്ക് പോകാനാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസും എനിക്ക് ഈ കോഴ്സിനെ കുറിച്ച് അറിയാവുന്നതും എല്ലാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാലും മതി. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ. പഠിക്കാൻ അത്യാവശ്യം ദുബായ് പോലുള്ള കൺട്രിയിലൊക്കെ സ്റ്റോറേജ് ആണ് ഇപ്പോൾ. അപ്പോൾ വീഡിയോ